മൺപാത്ര നിർമ്മാണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് BC 9000 മുതൽക്കാണ്. മനുഷ്യരാശിയോളം പഴക്കമുള്ള കലയെന്ന നിലയിൽ തനിമ ചോരാതെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് മൺപാത്ര നിർമ്മാണ കല. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിലെ ചുങ്കൻകട മൺപാത്ര നിർമ്മാണശാല ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളായി മൺപാത്ര നിർമ്മാണ കലയുടെ സൗന്ദര്യം സംരക്ഷിച്ചു പോരുന്ന ഇടമാണ് ചുങ്കൻകട. 1952 ഇവിടം സന്ദർശിച്ച ഫാദർ ജെയിംസ് ടോംബൂർ എന്ന ബെൽജിയൻ മിഷണറി പ്രവർത്തകനാണ് ഇവിടുത്തെ മൺപാത്ര നിർമ്മാണത്തെ യന്ത്രവൽക്കരിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തത്. മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ഒരു സഹകരണ സംഘവും അദ്ദേഹം സ്ഥാപിച്ചു. 1982 ഈ സൊസൈറ്റിയെ തമിഴ്നാട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഏറ്റെടുത്തു. 30 കുടുംബങ്ങളിൽ നിന്നുമുള്ള 180ഓളം ആളുകൾ ഇവിടെ തൊഴിലെടുത്തു വരുന്നു. തൊഴിലാളികളിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സ്ത്രീകൾക്ക് സാമ്പത്തികമായും സാമൂഹികമായും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രേരക ശക്തിയാകുന്നുണ്ട് ഈ തൊഴിലിടങ്ങൾ. പ്രഭാതത്തിൽ 7 മണിക്ക് ആരംഭിക്കുന്ന ജോലി വൈകിട്ട് 6 മണിവരെ തുടരണം. എങ്കിലും 350 രൂപ മുതൽ 400 രൂപ വരെ മാത്രമാണ് ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി വേതനം. നദീജന്യമായ മണലിന്റെയും കുളങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കളിമണ്ണിന്റെയും മിശ്രിതമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 2:3 അനുപാതത്തിലുള്ള മണലിന്റെയും മണ്ണിന്റെയും മിശ്രിതത്തിലേക്ക് സാവധാനം ജലം ചേർത്ത് കുഴച്ചെടുക്കുന്നു. മിശ്രിതത്തിന്റെ ഇലാസ്തികത വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നു. ചക്രം തിരിയുന്നതിനനുസരിച്ച് രൂപഭംഗി വരുത്തുകയും ചെയ്യുന്നു. ആകൃതി വരുത്തിയ ശേഷമുള്ള ജോലി നിറം നൽകുക എന്നതാണ്. തെങ്കാശിയിൽ നിന്നും എത്തിക്കുന്ന ചെമ്മണ്ണ് ഉപയോഗിച്ചാണ് പാത്രങ്ങൾക്ക് നിറം നൽകുന്നത്. ഇതിനുശേഷം പാത്രങ്ങൾ ഉണക്കാൻ വയ്ക്കുന്ന പ്രക്രിയയാണ്. 3 മുതൽ 4 ദിവസം വരെ എടുക്കും പാത്രങ്ങൾ ഉണങ്ങി പാകപ്പെടുവാൻ. 1500 പാത്രങ്ങൾ വരെ ഒരേ സമയം നിർമ്മിച്ചെടുക്കാൻ ശേഷിയുള്ള 3 ചൂളകളാണ് ചുങ്കൻകടയിൽ മാത്രമായി പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ മൺപാത്രങ്ങൾക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ആവശ്യക്കാരേറെയാണ്. നിർഭാഗ്യവശാൽ കളിമൺപാത്ര നിർമ്മാണം എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാഴ്ചയ്ക്കപ്പുറമാണ് ഇപ്പോൾ. ഈ വ്യവസായത്തിന്റെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതികൾ ആവിഷ്കരിക്കാത്തത് പരാതിക്ക് ഇടയാക്കുന്നുണ്ട്. തലമുറകളായി കൈമാറി വരുന്ന കലയാണ് മൺപാത്ര നിർമ്മാണം. മറ്റ് തൊഴിൽ മേഖലകളിൽ ലഭിക്കുന്ന മെച്ചപ്പെട്ട വരുമാനം ഇവിടുത്തെ പുതുതലമുറയെ അവരുടെ പരമ്പരാഗത തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. മണ്ണിന്റെ മണമുള്ള കലയെയും ഈ കലാകാരന്മാരെയും സംരക്ഷിച്ചു പിടിക്കേണ്ടത് സർക്കാരുകൾക്കൊപ്പം നമ്മുടെയും ഉത്തരവാദിത്തമാണ്.